ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പറേഷനിലേക്ക് കടന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഞങ്ങളിന്ന് ലഞ്ച് ഒന്നും കഴിച്ചില്ല. രാവിലെ ബ്രെഡും എഗ്ഗ് ബുൾസയാണ് കേട്ടോ കഴിച്ചത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പപ്സ് കഴിച്ചിട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ്. അപ്പോൾ ചോറ് ഞാൻ റെഡിയാക്കുകയാണ്. വീട്ടിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളിനി ദം ചെയ്യാനായിട്ട് വെക്കുകയാണ്. ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഒരു 12 പേർക്കുള്ള ഫുഡാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതിനിപ്പോൾ ദം ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. എല്ലാ തവണയും ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ഓർത്ത് ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഞങ്ങൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഡെക്കറേഷൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ചെറിയ തോതിൽ ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ ഒരു കർട്ടൻ ഉണ്ട്, അതിൻ്റെ സൈഡിലാണ് ഡെക്കറേഷൻ വർക്കിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് നേരെ ഒരു പനി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പനി ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബലൂണാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിന് മാച്ച് എന്ന് പറയുമ്പോൾ ഡ്രസ്സിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, എങ്കിലും കോമൺ ആയിട്ട് വരുന്ന രണ്ട് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാ കളറോടും മിക്സായി വെക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള 2 കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പനിയുള്ളതുകൊണ്ട് തന്നെ അവനെ കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് മേലെ കഴിയിക്കാമെന്ന് ഓർത്ത് അവനെ കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഹസ്ബൻഡ് ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മച്ചി നേരത്തെ വന്നായിരുന്നു. ഉമ്മച്ചിയും അനിയനും ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേനും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ്റെ പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. റുവ വന്നു. അങ്ങനെ പിള്ളേരെല്ലാം കൂടി കളിക്കാണ്ട്. അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടോ, അവനെ മേലെ കഴിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. അവൻ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആക്റ്റീവായിട്ടോ. ദുവ എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രായമാണ്, ഒരു 5 മാസത്തെ വ്യത്യാസമുള്ളൂ രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ട് തന്നെ ദുവാനെ കണ്ടപ്പോഴേക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ അവർ അവിടെ കുറച്ച് നേരം അങ്ങനെ ഓടിക്കളിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒരു 7 മണി ആണ് വെച്ചിരിക്കുന്നത്. ആലിമിൻ്റെ കയ്യിൽ ഈ കുഞ്ഞി കാറുകളുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. എവിടെ പോയാലും ഇതും പിടിച്ചുകൊണ്ട് കിടക്കും. വേറെ എന്തൊക്കെ വണ്ടി ഉണ്ടെങ്കിലും ഈ ഒരു കുഞ്ഞി കാറുകളാണ് അവനിഷ്ടം. ഒരു 4 5 ഉണ്ട്. എവിടെ പോയാലും അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആലിമൊന്ന് ഡൗൺ ആയിട്ടോ. അപ്പം ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോൾ പനിയുടെ ഇതാണോ എന്നറിയില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഡൗൺ ആയിരുന്ന് കാണാറില്ല, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടും കാണാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ആൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനി പനിയുടെ ആണോ എന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ പറയില്ലേ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ഒരു ശാന്തത എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെ ആയിരുന്നു കേട്ടോ ആലിം ഇരുന്നേച്ചത്. ഇത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഓടിക്കളിച്ച് അത്യാവശ്യം ഒന്ന് വീഴുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് കിടന്നുറങ്ങിയത്. പിള്ളേരെല്ലാം കൂടി ഇരിക്കുകയാണ്. ഇവൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് അനിയൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതവൻ നിലത്ത് വെക്കാറില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മാറി നടക്കണം. ഇവൻ ഇതും കൊണ്ട് വന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാനൊക്കെ പേടിച്ച് മാറിക്കളയും, കാരണം എവിടെയാണ് വന്നിരിക്കണേന്ന് പറയാൻ പറ്റില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് അവൻ ഈ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ റുവ ആ ഗ്യാപ്പിൽ സ്റ്റെയർ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവളും ആലിമിനെ പോലെ തന്നെയാണ്, ഒരു സമയവും വെറുതെ ഇരിക്കില്ല, ഫുൾ ടൈം ആൾ പുറകെ നടക്കണം. അപ്പോൾ അവളിങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓടി അങ്ങോട്ട് കയറുകയാണ്. അവളെ പിടിച്ചിറക്കിയപ്പോഴത്തേനും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പെട്ടെന്നൊന്നും ആളെ എടുക്കാൻ കിട്ടില്ല കേട്ടോ. ആളിങ്ങനെ ബലം പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കളയും. നമുക്ക് എടുത്ത് പൊക്കാനൊക്കെ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടികളായിരിക്കും എല്ലായിടത്തും കുറച്ച് സൈലൻറ്റ്, ഇളയ കുട്ടികൾ ഇത്തിരി വില്ലനും വില്ലത്തികളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ആലിമ് ആക്റ്റീവായിട്ട് അവൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന് ഓടിക്കുന്നുണ്ട്. റുവ അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷൻ്റെ പരിപാടികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ലുലുന്നാണ് കേട്ടോ ഐറ്റംസൊക്കെ വാങ്ങിച്ചത്. എപ്പോഴും ലഡു മിഠായി മാത്രമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ അല്ലാണ്ട് കുറച്ച് സ്നാക്സ് ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ പോയപ്പോൾ ഇത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹസ്ബൻഡ് പിന്നെയും അത് തന്നെയാണ് വാങ്ങിച്ചത്. കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഹസ്ബൻഡ് റെഡിയാക്കി വെക്കുകയാണ്. കേക്ക് ഒരു
കേക്ക് ചോക്കോ ബട്ടർ കേക്കാണ് കേട്ടോ. ഇത് ഞങ്ങൾ ക്വാളിറ്റിയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. മിക്കപ്പോഴും ക്വാളിറ്റിയിൽ നിന്ന് തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്യാറ്. അതല്ലാണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇവിടെ അടുത്ത് ദിബി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ 2 സ്ഥലത്തു നിന്നാണ് കോമൺ ആയിട്ട് കേക്കുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കോമഡി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കേക്ക് കട്ടിങ്. കട്ട് ചെയ്തുകൊണ്ട് ആ നൈഫ് വിടുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം കട്ട് ചെയ്യുന്നത് അവൻ്റെ ഒരു അവകാശം എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് കയ്യിലോട്ട് കൊടുക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം പുള്ളിക്കാരനും മനസ്സിലായില്ല കേക്ക് കഴിക്കാനുള്ളതാണെന്ന്. പുള്ളി വിചാരിച്ചത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിർത്തിയേക്കുന്നതെന്നാണെന്നാണ്. പിന്നെ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ആര് വന്നാലും വാ തുറന്ന് കാണിക്കുമായിരുന്നു. അപ്പോൾ ഒരു കോമഡി ആയിരുന്നു. പനിയാണെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ആര് കൊടുക്കുമ്പോഴും അങ്ങനെ കഴിക്കുമായിരുന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഡ്രസ്സ് അനിയൻ എടുത്തു തന്ന ഡ്രസ്സാണ്, ഹസ്ബൻഡ് അനിയൻ എടുത്തു തന്ന ഡ്രസ്സാണ്. പക്ഷേ ഇത് ഇവന് ഇത്തിരി സൈസ് കൂടിപ്പോയി. അപ്പോൾ അത് പറ്റുമെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല ഡ്രസ്സായിരുന്നു. പിന്നെ കുട്ടികൾ കുറച്ച് നേരം ഇങ്ങനെ ഡാൻസ് കളിക്കാണ്ട്, ആലിമ ഡാൻസ് കളിച്ച് ഞാൻ ആദ്യമായിട്ട് കാണാണ്ട പുതിയൊരു സ്റ്റെപ്പൊക്കെ എടുത്ത്. ദുവ പിന്നെ ഓൾറെഡി ഒരു ഡാൻസറാണ്, പാട്ട് കേട്ടാൽ മതി അവൾ ഡാൻസ് ചെയ്യാനായിട്ട്. കുറേ നേരം അങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചു. അപ്പോൾ എല്ലാവരും പോയട്ടോ. ഏകദേശം ഒരു 11:30 മണിയായി ഞങ്ങൾ കിടക്കാൻ പോകുമ്പോൾ.
അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.